ശ്രദ്ധ. ഒരാളെ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരാളെ ശ്രദ്ധിക്കുന്നു. ഇത് രണ്ടും രണ്ട് രീതിയിലാണ് ഫീലാവുന്നത്, അല്ലേ? ഇപ്പം നമ്മളെ ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ചില സമയത്ത് നമുക്കറിയില്ല, അല്ലേ? അത് ഏതൊരു ബന്ധത്തിലാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നറിയാം. അതായത് കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താവ് അവർക്കിടയിൽ ഇങ്ങനെ ഒരു ഫീലുണ്ടാവാറുണ്ട്. അതായത് ഭാര്യയെ ഭർത്താവ് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ അത് ഭാര്യയ്ക്ക് മനസ്സിലാവണമെന്നില്ല. ഇല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, നമ്മളുടെ സ്ഥിരമായിട്ട് നമ്മൾ പോകുന്ന റൂട്ടിൽ നമ്മളെ കാണുന്ന ഒരാൾ നമ്മളെ ശ്രദ്ധിക്കുന്നു എന്ന് നമ്മളാണ് ആദ്യം മനസ്സിലാക്കുന്നത്, അല്ലേ? നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം നമ്മളെ ഡെയിലി പോകുന്നു എന്നും ഒരു സ്ഥലത്ത് ഒരാളെ കാണുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ കുറച്ച് ദിവസം നമ്മളത് മൈൻഡ് ചെയ്യില്ല, പിന്നീട് നമ്മളെ ശ്രദ്ധിക്കുന്നു, നമുക്കത് മനസ്സിലാവും. നമ്മൾ പിന്നീട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അയാൾ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നായിരിക്കും, അല്ലേ? ഈ ശ്രദ്ധ പ്രണയബന്ധത്തിൻ്റെ ശ്രദ്ധയാവാം, അല്ലാതുള്ളതാവാം. കാരണം ആർക്കെങ്കിലും ഒരാൾക്ക് ഈ വഴിയെ പോകുന്ന ആരോട് വേണമെങ്കിലും ഒരു ഇഷ്ടം തോന്നാം. അത് കല്യാണം കഴിച്ചതാണോ കല്യാണം കഴിക്കാത്തതാണോ അങ്ങനെയൊന്നുമില്ല. അതൊന്നും അല്ലെങ്കിൽ ഒരു പക്ഷേ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും ശ്രദ്ധിക്കുന്നത്. അത് ശ്രദ്ധിക്കുന്ന ആളുടെ മനസ്സ് പോലെ ഇരിക്കും. ഇപ്പം ഞാനിന്ന് അത് പറയാൻ വന്നത്, ചിലർക്ക് ഒരു ധാരണയുണ്ട്, എന്നെ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല എൻ്റെ ഭർത്താവ് എന്നുള്ള ഒരു തോന്നൽ ചിലർക്കുണ്ടാവും. ഇവരിങ്ങനെ അതിനെ അതെങ്ങനെയാണ് ഈ സ്ത്രീകൾ മനസ്സിലാക്കുക? ഒന്നുകിൽ കല്യാണം കഴിഞ്ഞ നാൾ മുതലേ അങ്ങനെ ആയിരിക്കണം, ശ്രദ്ധ ഇല്ല എന്ന് തോന്നുന്നതായിരിക്കണം. ഇല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിലും കുറേ അല്ലെങ്കിൽ വർഷങ്ങളോളം ഭാര്യയെ കൂടുതൽ ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ, ഈ ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ നോക്കിക്കൊണ്ടിരിക്കും എന്നുള്ളതല്ല. ഭാര്യ കഴിച്ചിട്ടുണ്ടോ, ഉച്ചയ്ക്ക് ഊണ് കഴിച്ചോ, ഞാൻ കഴിക്കുന്നത് നോക്കിയിരിക്കുവാണോ, അത് വന്നു കഴിഞ്ഞാലുടനെ ഞാൻ കഴിച്ചിട്ടാണ് വന്നതെന്ന് പറയുകയാണെങ്കിൽ, യോടി ഞാൻ കഴിക്കാതെ നോക്കിയിരിക്കുകയായിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പോകുന്ന സ്ത്രീകളുമുണ്ട്. അപ്പോൾ അവർ മുഴുവൻ സമയം വിചാരിക്കുന്നത് തൻ്റെ ഭർത്താവ് വന്നിട്ട് ഒന്നിച്ചിരുന്ന് കഴിക്കാമെന്നുള്ള ചിന്തയിലായിരിക്കാം അവരെല്ലാ ദിവസവും ആഹാരം ഉണ്ടാക്കുന്നത്. അപ്പം ജോലിക്ക് പോകുന്നവർക്ക് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഒരു നേരമെങ്കിലും ഭർത്താവിനൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കണം എന്നായിരിക്കാം മിക്ക സ്ത്രീകളുടെയും മനസ്സിലുള്ള തോന്നൽ. അപ്പോഴെന്താണ്, ചിലപ്പോൾ നീ കഴിച്ചോ എന്ന് ഒരു വാക്ക് ഭർത്താവിൻ്റെ വായിൽ നിന്ന് വീഴുകയാണ്. ഭാര്യ ചെറിയ വിശപ്പൊക്കെ തോന്നി തുടങ്ങിയാലും ഭർത്താവ് വരട്ടെ എന്ന കാത്തിരിപ്പിലായിരിക്കും ഇരിക്കുന്നത്, അല്ലേ? വിശപ്പ് അടക്കി പിടിച്ചായിരിക്കും ഇരിക്കുന്നത്. അപ്പോഴാണ് ഭർത്താവ് വന്ന് കയറിയിട്ട് കഴിക്കുന്നില്ലേ, വന്ന് കയറിയാൽ ഫുഡ് കഴിക്കുക എന്നുള്ളതല്ല, വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഒന്ന് റിലാക്സ് ചെയ്ത് നമ്മൾ ഊണ് കഴിക്കാൻ സമയമായി. അപ്പോൾ വാ കഴിക്കുന്നില്ലേ, വാ കഴിക്കുക എന്ന് പറഞ്ഞ് വിളിക്കുമ്പം പറയാണ്, അല്ല നീ കഴിച്ചോ, എനിക്കിപ്പോഴേ വേണ്ട, അല്ലെങ്കിൽ എനിക്കിന്ന് വിശപ്പില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് പോലെ. ഒരു ദിവസമാണെങ്കിൽ ഓക്കെ, പല ദിവസങ്ങളിലും അത് ആവർത്തിക്കുമ്പോഴാണ് ഭാര്യയുടെ മനസ്സിൽ തോന്നുക, എൻ്റെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കാൻ എത്ര ബുദ്ധിമുട്ട്, ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടേ ഇപ്പം കഴിക്കുന്നുള്ളല്ലോ. ചിലരെന്ത് ചെയ്യും, എനിക്ക് വേണ്ട, വെയിറ്റ് ചെയ്യാം, ഭർത്താവിനെപ്പോഴേ ഒപ്പമേ കഴിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കും. ചിലപ്പോൾ അദ്ദേഹത്തിന് വിശപ്പാണില്ല, അല്ലെങ്കിൽ വെളിയിൽ നിന്ന് എന്തെങ്കിലും ഫുഡ് ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാകാം. അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ടും ആഹാരം വേണ്ട എന്നാണെങ്കിൽ തീരുമാനിക്കാം. ഇവിടെ ഭാര്യ വലിയ പ്രതീക്ഷയായിട്ടായിരിക്കും ഇരിക്കുന്നത് എല്ലാ ദിവസവും. അപ്പോൾ അതൊക്കെ ചിലർക്ക് ഇത് വലിയ ആനക്കാര്യമൊന്നും അല്ലെങ്കിൽ ചിലരുടെ മനസ്സിൽ പെട്ടെന്ന് ബുദ്ധിമുട്ടുണ്ടാക്കും. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ പ്രതീക്ഷ മുഴുവൻ
അത് പ്രത്യേകിച്ചും ഫീൽ ചെയ്യുന്ന ആർക്കെന്നറിയാം, ജോലിക്കൊന്നും പുറത്തേക്ക് പോകാതെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇങ്ങനെ ഭർത്താവിനൊപ്പം ഇരുന്ന് കഴിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോഴെന്താണ് ഈ സ്ത്രീയുടെ മനസ്സിൽ തീർച്ചയായിട്ടും തോന്നും, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ? നേരത്തെ വന്നു കഴിഞ്ഞാൽ നീ നമുക്ക് ചോറ് കഴിക്കാമെന്ന് എന്നോട് പറഞ്ഞ ആൾ ഇപ്പം ഞാൻ പറയുമ്പം നീ കഴിച്ചോ എന്ന് പറയുന്നു. അദ്ദേഹത്തിന് അറിയാമല്ലോ ഞാൻ അങ്ങനെ കഴിക്കാറില്ലെന്ന്, പിന്നെന്തിനാ എന്നോട് അങ്ങനെ പറഞ്ഞു? ഇങ്ങനെയുള്ള ചിന്തകളായിരിക്കും. ഇല്ല, വെറുതെ ഇരിക്കുമ്പോഴൊക്കെ എന്നെ കുറിച്ച് ചിന്തിക്കും വേണമെങ്കിൽ. അപ്പം അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള ഓരോ ചെറിയ കാര്യങ്ങളിലും അവർക്ക് വളരെ വലിയ പ്രശ്നങ്ങളായിരിക്കും മാനസികമായിട്ട് തോന്നുക. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ എല്ലാവരും കൂടെ പൊയ്ക്കൊണ്ടിരുന്നത്, ഇല്ല ഞാൻ വരുന്നില്ല, എനിക്ക് വേറെ എവിടെയെങ്കിലും പോകാനുണ്ട്. അങ്ങനെ നേരത്തെ എല്ലാവരും കൂടെ കുടുംബമായിട്ട് എവിടെയെങ്കിലും പോകുന്നത് കാര്യമൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടിരുന്നവരൊക്കെ പെട്ടെന്ന് അതിൽ നിന്ന് മാറുക, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കും. അപ്പോഴെന്താണ് സ്ത്രീക്ക് തീർച്ചയായിട്ടും സംശയം തോന്നും, പണ്ടത്തെ പോലെ അല്ലല്ലോ എന്നുള്ള ചിന്ത വരും അല്ലേ. അതുകൊണ്ട് എനിക്ക് പുരുഷന്മാരോട് പറയാനുള്ള ഒറ്റ കാര്യമാണ്, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരുമിച്ച് ഇരുന്ന് ആഹാരം കഴിക്കാം അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കാരണം കൂടി ഈ പാവം പിടിച്ച സ്ത്രീകളെ ഒന്ന് അറിയിച്ചേക്കണേ. അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര വിഷമമാവും. എല്ലാ സ്ത്രീകളുടെയും ചിന്താഗതി ഒരേപോലെ അല്ല. പ്രത്യേകിച്ചും വീടുകളിൽ മാത്രം ഒതുങ്ങിക്കഴിയുന്ന ആളുകൾ. അപ്പം പകലൊക്കെ അവർ ശരിക്കും ഒറ്റപ്പെട്ടായിരിക്കും ഇരിക്കുന്നത്. ആകെ കാണുന്നത് TV അല്ലെങ്കിൽ 100 കൂട്ടം ജോലി കാണും. അപ്പോൾ ഒരാശ്രയം അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ടൊരാൾ എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവ് തന്നെയല്ലേ അല്ലേ. തീർച്ചയായിട്ടും ഒരു ഭാര്യയ്ക്ക് ഏറ്റവും സ്വന്തം എന്ന് പറയുന്നത് ഭർത്താവും പിന്നീട് കുട്ടികളുമാണ്. കാരണം ആദ്യം സ്വന്തമാക്കിയത് ഭർത്താവാണല്ലോ തന്നെ അല്ലേ. അതുകൊണ്ട് തന്നെ ഭർത്താവ് എന്ന് പറയുന്നത് മിക്ക സ്ത്രീകളുടെ ഒരു വീക്ക്നെസ്സാണെന്ന് പറയാം. വീക്ക്നെസ് എന്ന് പറയുമ്പോൾ അതൊരു മറ്റൊരു രീതിയിൽ കരുതണ്ട. മിക്ക സ്ത്രീകൾക്കും തൻ്റെ ഭർത്താവ് എന്ന് പറയുമ്പോഴത്തേക്ക് തൻ്റേത് എന്ന ഒരു അമിതമായ തോന്നലുകളൊക്കെ ഉള്ളത്. ഇതൊക്കെ ഈ പുരുഷന്മാർക്ക് മനസ്സിലാവുമോ എന്തോ അറിയില്ല. നിങ്ങളോട് എത്ര ദേഷ്യം കാണിച്ചാലും ദേഷ്യപ്പെട്ടാലും എന്തെങ്കിലും പറഞ്ഞാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ മാത്രമാണുള്ളത്. നിങ്ങളോടുള്ള സ്നേഹം മാത്രമാണ്. അതിൻ്റെ ഇടയ്ക്ക് 100 കൂട്ടം ജോലികൾ ചെയ്ത് ക്ഷീണിച്ച് വലഞ്ഞ് വന്നാൽ നിങ്ങളെന്ത് ചോദിച്ചാലും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ അവർ തയ്യാറാണ്. ചില സമയത്ത് അവർക്കും ശാരീരികമായ ക്ഷീണം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ദേഷ്യം വന്നു പോകും. പ്രത്യേകിച്ച് ഈ ചൂടുകാലത്തുള്ള പാചകവും കാര്യങ്ങളൊക്കെ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞാൽ പാചകം ചെയ്യുന്നത് എളുപ്പമാണ്, ഉള്ളി അരിയുന്നതാണ് ഇച്ചിരി പ്രയാസമെന്ന്. ഉള്ളി അരിയുക മാത്രമല്ല, ഉള്ളി പൊളിക്കുന്നത്. വെളുത്തുള്ളി പൊളിച്ച് നോക്കൂ. ചെറിയ ഉള്ളി തീരെ ചെറുതാണ് കിട്ടുന്നെങ്കിൽ അതൊന്ന് പൊളിച്ച് നോക്കൂ. അങ്ങനെ കുറേ താമസം വരുന്ന ജോലികളുണ്ട്. അപ്പോൾ ആ ജോലി ചെയ്യുക എന്ന് പറയുന്നത് ഓക്കെ, നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ നല്ല ചൂടാണ്, ചൂടത്തിരുന്ന് ജോലി ചെയ്യുമ്പോഴോ ഇതൊക്കെ ആകെ ഒരു ഇറിറ്റേഷൻ തോന്നും. അതാണ് പറയുന്നത്. അപ്പോൾ ഭാര്യയുടെ മനസ്സ് അല്ലെങ്കിൽ തോന്നാൻ പാടില്ല ഇങ്ങനെ എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത്. നിങ്ങളല്ലാതെ പിന്നെ ആരാണ് അവരെ ശ്രദ്ധിക്കാനുള്ളത്? മക്കൾ വന്നിട്ട് വിശദമായിട്ടൊന്നും ചോദിക്കത്തൊന്നുമില്ല അല്ലേ. അപ്പോൾ നിങ്ങൾ ഭാര്യയോട് ചോദിക്കാനുള്ളത് ചോദിക്കുക. ആ ഒരു മനസ്സിൽ അവർക്കൊരു വിഷമം തോന്നാതിരിക്കട്ടെ. അങ്ങനെ അവരുടെ മനസ്സ് വേദനിപ്പിക്കാതെ അവർക്ക് ഒരകലം തോന്നാതെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നിങ്ങളുടെ ഭാര്യ തന്നെയായിരിക്കും. ശരിയല്ലേ?